അപ്പോൾ എല്ലാവർക്കും സ്കൈ ട്രെൻഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നേക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഒരു എയറിൽ നിൽക്കുന്ന ഒരു ആളുടെ വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന്. ആളുടെ ഒരു കാര്യം പറയാനാണ് ജസ്റ്റ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനായിട്ട് വന്നത്. മറ്റാരുമല്ല, നമ്മുടെ മൈവേ ബൈ കല്യാണി. പുള്ളിക്കാരി ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് എയറിൽ കിടന്ന് കളിക്കുകയാണ്. താഴെ നിൽക്കാൻ പുള്ളിക്കാരിക്ക് സമയമില്ല. ഇതിന് കുറച്ച് നാൾ മുമ്പ് പുള്ളിക്കാരി ഒന്ന് എയറിൽ കയറിയതാണ്. പക്ഷെ അത് എങ്ങനെയൊക്കെയോ മറ്റുള്ളവരെയൊക്കെ ചവിട്ടി താഴ്ത്തി ആൾ താഴെ ഇറങ്ങി. പിന്നെയും ഒന്ന് കയറി പോകുന്നതാണ്. പക്ഷേ ഇപ്പോൾ പിന്നെയും ആൾക്ക് സ്വയം ഒരടി വീണപ്പോഴത്തേക്ക് ആരോടും പ്രതികരിക്കാൻ പറ്റാത്തൊരു രീതിയിൽ എത്തിയപ്പോഴത്തേക്ക് ആൾ പിന്നെയും എയറിൽ കയറി. കാര്യം മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, വൈറ്റനിങ് ക്രീമുകളുടെ ഒരു അവതരണം കല്യാണിയിലൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. അപ്പം മുമ്പൊരിക്കൽ ഇതേപോലെ വൈറ്റനിങ് ക്രീം ഉപയോഗിച്ചു, ഞാൻ അങ്ങനെ ഉപയോഗിച്ചു, ഞാൻ ഇങ്ങനെ ഉപയോഗിച്ചു, ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അതിനകത്ത് ആൻറ്റി ഓക്സൈഡ് ഉണ്ട്, അതുകൊണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്തോ വലിയ പ്രഹസനങ്ങൾ കാട്ടി പുള്ളിക്കാരിയും പുള്ളിക്കാരുടെ അമ്മയുടെ മുഖത്തും ഒക്കെ വാരി തേച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ ഒരുമാതിരി മണ്ടന്മാരാക്കുന്ന പരിപാടിയാണ് കല്യാണി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ട്, അതിനെതിരായിട്ട് പ്രതികരിക്കാൻ കുറേ പേരുണ്ട്. പക്ഷെ പ്രതികരിച്ചവരുടെ എല്ലാം ചാനൽ കല്യാണി ഇങ്ങനെ ഒന്നൊന്നായിട്ട് പൂട്ടിക്കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആൾ വിചാരിച്ചു, ഞാൻ വിചാരിച്ചാൽ എന്തും നടക്കുമെന്നുള്ള രീതിയിലായിരുന്നു പ്രതികരിച്ചവരുടെ എല്ലാം ചാനൽ അവർ റിപ്പോർട്ട് അടിച്ച് കളഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഇപ്പോഴത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് പുള്ളിക്കാരിയുടെ മുഖത്തൊരു കുരു വന്നതാണ് ഏറ്റവും വലിയ വിഷയമായിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ അത് ചികിത്സിക്കാൻ പോയതും അതിനെതിരായിട്ട് ഹോസ്പിറ്റലിൽ നടന്ന കുറേ കഥകളുമൊക്കെയാണ് ഇപ്പം പ്രചരിച്ച് നടക്കുന്നത്. അപ്പോൾ കൊടുത്താൽ കൊല്ലത്ത് കിട്ടും എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അതിപ്പോൾ യാഥാർത്ഥ്യമാക്കി കൊണ്ടുവന്നിരിക്കുന്ന കല്യാണിയാണ്. കാരണം ഏത് കാലവും എല്ലാവരെയും പറ്റിക്കാൻ പറ്റുമോ? അതൊരിക്കലുമില്ല. എന്നും കുറേ കൊളാബ് ചെയ്ത് തനിക്കിഷ്ടം പോലെ പൈസ ഉണ്ടാക്കാമെന്നൊരു അഹങ്കാരം കല്യാണിക്കുണ്ടായിരുന്നു. അതിപ്പോൾ ഒന്ന് കുറഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മറ്റൊന്നും കൊണ്ടല്ല, പുള്ളിക്കാരി കൊല്ലത്തെങ്ങും നല്ല ഡോക്ടേഴ്സൊന്നും ഇല്ലാത്ത പോലെ അങ്ങ് തിരുവനന്തപുരത്താണ് പോയി പിടിച്ചേക്കുന്നത്. അതും വർഷങ്ങളായിട്ട് ആ ഹോസ്പിറ്റലിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, വർഷങ്ങളായിട്ട് ആ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിൻ്റെ ഏറ്റവും അടുത്ത വർഷങ്ങളായിട്ട് ആ ഹോസ്പിറ്റലിലെ ഡോക്ടറിൻ്റെ സേവനത്തെപ്പറ്റിയും അവിടെ വന്നു പോകുന്ന ഫിലിം ആർട്ടിസ്റ്റുകളെ പറ്റിയും ഒക്കെ നല്ല രീതിയിൽ വ്യക്തമായിട്ട് അറിഞ്ഞ് വെച്ചേക്കുന്ന ഒരു വ്യക്തിയാണ് ഈ കല്യാണി എന്ന് പറയുന്ന ആൾ. അപ്പം കല്യാണിയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് കല്യാണിക്ക് മുഖസൗന്ദര്യം പഴയതുപോലെ നല്ല രീതിയിൽ വരണമെന്നും അതേപോലെ ആളിൻ്റെ തടിയൊക്കെ ഒന്ന് കുറഞ്ഞ് സുന്ദരിയാവാനും ഒക്കെയാണ് കല്യാണിയുടെ ഒരു ഉദ്ദേശം. അത് മാത്രമല്ല, ഈ ഫിലിം ആർട്ടിസ്റ്റുകളൊക്കെ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഹോസ്പിറ്റലും കൂടെ ആകുമ്പം ആൾക്ക് ഒരു വീഡിയോ ചെയ്താൽ, അവിടെ ചെന്നൊരു കൊളാബ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്ക് എന്താ പറയുക, ആളുടെ ചാനൽ കുറേ കൂടെ ഒന്ന് മെച്ചപ്പെടും. അത് മാത്രമല്ല, ആൾക്ക് നല്ലൊരു നിലനിൽപ്പുണ്ടാവും. കാരണം ഫിലിം ആർട്ടിസ്റ്റുകളൊക്കെ വന്നു പോകുന്ന ഒരു ഹോസ്പിറ്റലാകുമ്പോൾ അവിടെ ഞാനും പോയി എന്നൊരു നിലപാടുണ്ടാക്കിയെടുക്കാം. അതൊക്കെയായിരുന്നു പുള്ളിക്കാരിയുടെ ഒരു നിഗമനം. പക്ഷേ ആ നിഗമനങ്ങളെല്ലാം തെറ്റി ആൾക്കവിടെ വീഡിയോ ഷൂട്ട് ചെയ്യാനോ ഹോസ്പിറ്റലിനെ പറ്റി തൻ്റെ ചാനലിലൂടെ പുറം ലോകത്തെ ഒന്ന് അറിയിക്കാനോ ഒന്നും പറ്റാത്തതിൻ്റെ ഒരു നിരാശ, അത് ചെന്നെത്തിയത് പലവിധ കള്ളത്തരങ്ങളിലൂടെയായിരുന്നു. പുള്ളിക്കാരിയുടെ ചികിത്സയ്ക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ, ചികിത്സയ്ക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു, പൈസയൊക്കെ അടച്ച് ട്രീറ്റ്മെൻറ്റൊക്കെ തുടരുന്നുണ്ടായിരുന്നു.
പക്ഷേ പുള്ളിക്കാരിക്ക് ഏറ്റവും വലിയ നിരാശയായിപ്പോയത് അവിടുത്തെ ഒരു കൊളാബ് ചെയ്യാനോ ഒന്നിനും തനിക്ക് പറ്റുന്നില്ല എന്നുള്ളതായിരുന്നു ആളുടെ നിരാശ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളെന്ത് ചെയ്ത് ആ ഹോസ്പിറ്റലിനെ ഒന്ന് നാണം കെടുത്തണം, എല്ലാവരിലേക്കും അതൊരു ചതിക്കുന്ന ഹോസ്പിറ്റലാക്കി മാറ്റണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പുള്ളിക്കാരിയും പുള്ളിക്കാരുടെ ഹസ്ബൻഡും ഒക്കെ എത്തിപ്പെടുകയായിരുന്നു കേട്ടോ. അപ്പം അതിനായിട്ട് അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ അവർ ട്രീറ്റ്മെൻറ്റിന് പോയ ബില്ല് പോലും ഹോസ്പിറ്റലുകാർ കൊടുക്കുന്നില്ല, അങ്ങനെ അവരെ ചതിച്ചു. അടുത്ത ഡോക്ടർമാർക്കൊന്നും പരിചയമില്ലാത്തവരാണ്, അവരെല്ലാം പറ്റിപ്പായിട്ട് വന്നിരിക്കുന്നവരാണ് എന്നൊക്കെയാണ് അവരവരുടെ വീഡിയോയിൽ പറയുന്നത്. പക്ഷേ ഹോസ്പിറ്റലിൽ ഒരു വീഡിയോ നമുക്ക് വോയിസ് റെക്കോർഡായിട്ട് നമുക്ക് ഒരു വീഡിയോയിൽ ഞാൻ കേട്ടിരുന്നു. ഹോസ്പിറ്റലുകാർ പറയുന്നുണ്ട് അവർ രോഗിയുടെ, അതായത് പേഷ്യൻസിൻ്റെ തീരുമാനത്തോടു കൂടി മാത്രമാണ് ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കുന്നതും അവർ എത്ര തുകയാണെന്നുള്ള എല്ലാം മുൻകൂട്ടി പറഞ്ഞാണ് അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അതെല്ലാം സമ്മതിച്ച് എല്ലാം ചെയ്തതിന് ശേഷം കല്യാണിക്ക് പരസ്യം ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു ചെറിയൊരു നിരാശയും കുശുമ്പിലൂടെയാണ് ഈ ഒരു കേസ് ഇത്രത്തോളം എത്തിയത്. കല്യാണി ഇപ്പോൾ ഏറിക്കിടന്ന് കളിക്കേണ്ടി വരുന്നത്. അപ്പോൾ അതിനൊക്കെ കൂട്ടായിട്ട് കല്യാണിയുടെ ഹസ്ബൻഡും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനൊന്നും കൂട്ട് നിൽക്കാത്തതുകൊണ്ടാണ് ആ ഹോസ്പിറ്റലിനെ നാറ്റിക്കാൻ വേണ്ടിയിട്ട് കല്യാണിയും കല്യാണിയുടെ ഹസ്ബൻഡും കൂടി അവിടെ ഇരിക്കുന്ന ട്രീറ്റ്മെൻറ്റിന് വന്നവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയും ആ ഹോസ്പിറ്റലിനെതിരായിട്ട് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത് ഹോസ്പിറ്റലുകാർ കൊണ്ടുപോയി കേസ് കൊടുത്തു. അപ്പോൾ കല്യാണി പറയുന്നതെന്ന് വെച്ചാൽ ഇവരാണ് ആദ്യമേ കൊണ്ടുപോയി കേസ് കൊടുത്തതെന്നാണ് പറയുന്നത്. പക്ഷേ കേസ് കൊടുക്കുന്നത് ഹോസ്പിറ്റലുകാരാണ് ആദ്യമേ കേസ് കൊടുക്കുന്നത്. പക്ഷെ അതൊന്നും പുറത്ത് വരാതിരിക്കാനാണ് കല്യാണി ആണ് ആദ്യമേ കൊണ്ടുപോയി കൊടുത്തതെന്നും അവർ ബില്ലൊന്നും കൊടുക്കുന്നില്ല എന്നും പറഞ്ഞൊക്കെ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തതെന്നൊക്കെയാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവരുടെ ഇപ്പോഴത്തെ ഒരു വീഡിയോ കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി കേട്ടോ. കാരണം നമ്മൾ സാധാ കാണുന്ന ഒരു കല്യാണിയുടെ ഒരു രൂപയല്ല അവർ. ഒരുമാതിരി മുടിയൊക്കെ പാറി പറഞ്ഞൊരു വല്ലാത്തൊരവസ്ഥ, അവർ ഒരുപാട് വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ അവർ കടന്നു പോകുന്ന ഒരു രീതിയാണ് കേട്ടോ. അവരുടെ പൈസയും പോയി, ഒട്ട് അവർക്ക് ചാനലിലൂടെ ഒന്നും അങ്ങോട്ട് നല്ല രീതിയിൽ പ്രചരിപ്പിക്കാനും പറ്റുന്നില്ല, ഒന്നിനും പറ്റാത്തൊരവസ്ഥ. അവർ വിചാരിച്ചിരുന്നത് ഇങ്ങനൊരു വീഡിയോ ചെയ്യുമ്പോൾ അവർക്ക് അതിലൂടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് കിട്ടുമെന്നായിരിക്കും അവർ വിചാരിച്ചത്. പക്ഷേ അത് പലരും പല രീതിയിൽ ഹോസ്പിറ്റലിൽ നിന്ന് പൊക്കിയിട്ടുണ്ട്. എന്തിനാ കല്യാണി ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ ചെയ്യാൻ? സത്യസന്ധമായിട്ടങ്ങ് ചെയ്താൽ പോരെ. അവനവൻ്റെ നിറം വെച്ചുള്ള വീഡിയോകളങ്ങ് ചെയ്താൽ പോരെ. എന്തിനാ ഈ കൊളാബും അതും ഇതൊക്കെ ചെയ്യാൻ പോകുന്നത്? എന്തിനാ ഈ നാട്ടുകാരെ പറ്റിക്കുന്നത്? എത്രത്തോളം, അല്ലെങ്കിൽ തന്നെ എത്രത്തോളം നിങ്ങൾ നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കും? നിങ്ങളുടെ വീഡിയോ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാർ കാണും, അവരെയാണ് നിങ്ങളീ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളെ നിറവ്യത്യാസം കണ്ട്, ചിലപ്പോൾ നിങ്ങൾ വാരി തേക്കുന്ന ക്രീമുകൾ നല്ലതാണെന്ന് പറഞ്ഞ് ചിലവർ, എല്ലാവരും അല്ല പറയുന്നത്, നിങ്ങളെ വിശ്വസിക്കുന്ന ആൾക്കാർ, പൊതുജനങ്ങൾ ചിലപ്പം ആ ക്രീം മേടിച്ച് തേച്ച് അവർക്ക് എന്തെങ്കിലും ഒരു സ്കിന്നിന് പ്രോബ്ലം ഉണ്ടായാൽ നിങ്ങളെന്ത് ചെയ്യും? ഇപ്പം അതിനൊരു തെളിവാണ് നിങ്ങളിലൂടെ ദൈവം പുറത്ത് വരുത്തിയിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കത് നിങ്ങളുടെ സ്കിന്നിൽ ഒരു ബുദ്ധിമുട്ടായിട്ട് വന്നപ്പോൾ നിങ്ങൾക്കത് വല്ലാത്ത ബുദ്ധിമുട്ടായി മാറി. അപ്പോൾ അതേപോലല്ലേ കാണുന്ന ഞങ്ങൾക്ക്. നിങ്ങളിത് എന്തുമാത്രമാണ് ഈ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? നിങ്ങളാ പഴയതുപോലെ നിങ്ങളുടെ കോവയ്ക്ക മെഴുക്കുവരട്ടിയുടെ വീഡിയോ, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലൂടെ ഉള്ള വീഡിയോ ഒക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ കൂടി. നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ അപ്പുക്കുട്ടൻ്റെയും നിങ്ങളുടെ ചേട്ടൻ്റെയും നിങ്ങളുടെ കോവയ്ക്ക മെഴുക്കുവരട്ടിയുടെയൊക്കെ വീഡിയോസ് ആയിരിക്കും. അത് കണ്ടിട്ടായിരിക്കും നിങ്ങളെ ഇത്രത്തോളം ലെവലിൽ നിങ്ങളുടെ പ്രേക്ഷകർ നിങ്ങളെ എത്തിച്ചത്. പക്ഷേ അവരെയൊക്കെ ചീറ്റ് ചെയ്യുന്ന പ്രവൃത്തിയാണ് നിങ്ങളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു പരസ്യം ചെയ്ത് നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ച പൈസ കിട്ടിയപ്പോൾ നിങ്ങൾക്ക് മതിമറന്നുള്ള ജീവിതമായിപ്പോയോ? ഒരുപാടങ്ങ് അത്യാഗ്രഹങ്ങൾ കൂടിപ്പോയി. അതാണ് ഇങ്ങനെ ഒരവസ്ഥയിൽ നിങ്ങളെ എത്തിച്ചത്.
ഒരു കാലത്തും അത്യാഗ്രഹം കൂടിപ്പോയാൽ നമുക്കൊരു നിലനിൽപ്പുണ്ടാവില്ല. നാട്ടുകാരെ പറ്റിക്കാൻ നോക്കിയാലും നിലനിൽപ്പുണ്ടാവില്ല. സത്യസന്ധമായിട്ട് ജീവിച്ചാൽ മാത്രമേ നമുക്ക് എല്ലാവർക്കും ഒരു നിലനിൽപ്പുണ്ടാവും. അപ്പോൾ എനിക്കിത്രേ പറയാനുള്ളൂ. എനിക്ക് അവരെ നല്ല രീതിയിൽ അറിയാവുന്നൊരു വ്യക്തിയാണ് ഞാൻ. അവരുടെ വീട്ടിലെ സാഹചര്യങ്ങളും എല്ലാം എനിക്ക് നല്ല രീതിയിൽ അറിയാവുന്നൊരു വ്യക്തിയാണ്. കാരണം ഇങ്ങനൊരു വീഡിയോ ചെയ്തോ ഒരു പരസ്യം കൊണ്ടോ ഒന്നും ജീവിക്കാനുള്ള ചുറ്റുപാടുള്ളവരൊന്നും അല്ല അവർ നല്ല രീതിയിൽ നല്ല സാമ്പത്തികമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവരുടെയൊക്കെ ഒരു കല്യാണ ഫോട്ടോ ഒക്കെ കാണാം, കല്യാണ വീഡിയോ ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല രീതിയിൽ സ്വർണ്ണാഭരണങ്ങളും എല്ലാം ഇട്ട് നല്ല സാമ്പത്തിക സഹായം ഉള്ള ഒരു കുടുംബത്തിലുള്ള ഒരു വ്യക്തിയാണ് അവർ. അതുമാത്രമല്ല അവരുടെ ഹസ്ബൻഡിനും നല്ല ഉയർന്ന ജോലി പദവിയിലുള്ളൊരു വ്യക്തിയാണ്. എന്നിട്ടും എന്തിനാണ് നിങ്ങൾക്ക് ഇത്രയും ആക്രാന്തം? ക്യാഷ് കൂടുന്തോറും പിന്നെയും വേണമെന്നുള്ളൊരാക്രാന്തം. അതാണ് നിങ്ങളെ ഇത്രത്തോളം ഒരു ദുഷ്ചിന്തയിലേക്ക് നയിച്ചത്. അതിൻ്റെ ഒരു പ്രാവർത്തിക ഫലമാണ് നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നത്. ഇനിയെങ്കിലും അതെല്ലാം കളഞ്ഞ് നേരെ നല്ലൊരു വീഡിയോ ചെയ്യാൻ, നിങ്ങളുടെ കുടുംബത്തിലുള്ള നല്ല വീഡിയോ നിങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.